ഫ്രണ്ട്സ് CISF അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ള 1000-ന് മുകളിൽ വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ അപേക്ഷ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത് ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 5 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 3 വരെ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ മൊബൈലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വീഡിയോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 7 ദിവസം മുൻപ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ GeoGL എജുലാൻഡ് എന്നുള്ള ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റും. നിങ്ങൾ ഹോമിലായിരിക്കും നിൽക്കുക, അവിടെ വീഡിയോസ്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് അടിസ്ഥാനത്തിൽ വീഡിയോസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് താഴെ നിൽക്കുക, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി, തമ്പനയിൽ നോക്കിയാൽ മതി, CISF എന്ന് ഇവിടെ കാണാൻ നിങ്ങൾക്ക് തമ്പനയിൽ. ഇതാണ് ആ വീഡിയോ, ഏകദേശം 17 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതുപോലെ എങ്ങനെയാണ് ഇതിലേക്കുള്ള എലിജിബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം, എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ ചാനലിൽ കയറിയിട്ട് കാണണം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ CISF റിക്രൂട്ട്മെൻറ്റ് 2025 പറഞ്ഞിട്ട് ഇവിടെ കാണാം. 1161 വേക്കൻസി എന്ന് പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ നമ്മൾ കാണിച്ച നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം. ഈ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് മുൻപ് നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്ത നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ നോട്ടിഫിക്കേഷൻ വീഡിയോ, അതായത് CISF കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന വേക്കൻസിയിലേക്കുള്ള 1165 വേക്കൻസിയിലേക്കുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോയുടെ ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അങ്ങനെയും കാണാം. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ടും ആ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ കാണും കേട്ടോ. 17 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നമ്മളിതിലേക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ കവർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു പേജിലേക്കാണ് വരിക. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ഇതാണ് ആ നോട്ടിഫിക്കേഷൻ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് കാരണം ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്, നമ്മൾ രജിസ്റ്റർ ചെയ്യാം, നമ്മൾ ഒരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേര് കൊടുക്കാം, നിങ്ങൾ പേര് വെരിഫൈ ചെയ്യാം, സെയിം പേര് തന്നെ നിങ്ങളിവിടെ റിപ്പീറ്റ് ചെയ്യാം. ദെൻ അതുപോലെ നമ്മുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. ആ മാറ്റിയ പേര് ഇവിടെ നമ്മൾ കൊടുക്കണം, നമ്മുടെ പേര് എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുത്താൽ മതി. ഫാദറിൻ്റെ പേര് കൊടുക്കാം, ദെൻ ഫാദറിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്യാം, ദെൻ മദറിൻ്റെ പേര് കൊടുക്കാം, അത് വീണ്ടും വെരിഫൈ ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, ദെൻ വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. അത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എറർ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ഏതാണ്, പിന്നെ ജെൻഡർ അതും റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് അടിച്ച് പിന്നെ അതേ സെയിം സംഭവം തന്നെ നിങ്ങളത് കൊടുക്കണം കേട്ടോ, വെരിഫൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചിട്ട് നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കൂടെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം, വെരിഫൈ മൊബൈൽ നമ്പർ റിപ്പീറ്റ് ചെയ്യുക, മെയിൽ ID ഇവിടെ കൊടുക്കുക, ദെൻ കൺഫേം ചെയ്യുക, ദെൻ ഡിക്ലറേഷൻ വായിക്കുക, എന്നിട്ട് അഗ്രി കൊടുക്കുക, എന്നിട്ട് ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. ബാക്കി ഇവിടെ ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തു, ഇനി ഇവിടെ അഗ്രി എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപേക്ഷ നൽകണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി അതിൽ നിങ്ങൾക്കിവിടെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലും ഉണ്ട് നമ്പർ, ഇതാ ഇവിടെ കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ വാട്സപ്പിലൂടെ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചെന്നാൽ മതി. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള, അപ്ലൈ ചെയ്ത് അത് പ്രിൻ്റ് എടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് ലാസ്റ്റ് ഫൈനൽ സബ്മിറ്റ് ചെയ്ത അപേക്ഷയുടെ പ്രിൻ്റ് അങ്ങോട്ട് അയച്ചു തരും. അത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോഴേ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പുറത്തിറങ്ങി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിലോ അല്ലെങ്കിൽ മറ്റ് അക്ഷയിലും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആകുന്ന സമയം നോക്കിയിട്ട് നമ്മൾ വിളിക്കും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് നമ്മളായിട്ട് ചാറ്റ് ചെയ്താൽ മതി. നമ്മളെന്തെങ്കിലും കാര്യങ്ങളുണ്ട് ചോദിക്കുമ്പോൾ അതിന് കറക്റ്റ് ആൻസർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, വോയിസ് ഇടുക ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ഞാൻ അഗ്രി കൊടുത്തു, ഇവിടെ ക്യാപ്ച കോഡ് അടിച്ച് സബ്മിറ്റ് ചെയ്ത് കാണിക്കാം. ക്യാപ്ച കോഡ് കൊടുത്തു, ഇവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ അവിടെ സബ്മിറ്റ് കൊടുത്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് കൊടുക്കണേ, ഓക്കെ എന്ന് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്രീറ്റിംഗ്സ് പറഞ്ഞിട്ട് യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് CSF ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് കാണാം. രജിസ്ട്രേഷൻ ID ആൻഡ് പാസ്വേഡ് എവിടേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും മെയിൽ ID സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, നമ്മുടെ ഇമെയിൽ ID ഉണ്ടല്ലോ, നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ID നമ്മുടെ രജിസ്ട്രേഷൻ IDയും നമ്മുടെ പാസ്വേഡും അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. അവർ സെൻഡ് ചെയ്ത നമ്മുടെ മൊബൈലിലേക്കോ നമ്മുടെ മെയിലിലോ വന്നിട്ടുണ്ടാവും. സെൻഡ് ചെയ്ത രജിസ്ട്രേഷൻ IDയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ വന്ന പേജിൽ തന്നെയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിനടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ കാണാം നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ്റെ അടിയിൽ വെരിഫൈ മൊബൈൽ ആൻഡ് ഇമെയിൽ ID എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം, നമ്മൾ വെരിഫൈ ചെയ്യണമെന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക്, അതായത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്കോ മെയിൽ IDയിലേക്കോ അവർ രജിസ്ട്രേഷൻ നമ്പർ അയച്ചിട്ടുണ്ടാവും. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു. ഇനി ജനറേറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ജനറേറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും OTP വരും. മൊബൈലിലേക്ക് വന്നത് ഇവിടെ അടിച്ചു കൊടുക്കാം, എന്നിട്ട് വെരിഫൈ കൊടുക്കാം. ഇമെയിലിലേക്ക് വന്നത് ഇവിടെ അടിച്ചു കൊടുക്കാം, വെരിഫൈ കൊടുക്കാം. രണ്ടും കൊടുക്കാം. ഇപ്പോൾ OTP അടിച്ചു ഇവിടെ വെരിഫൈ എന്ന് കൊടുക്കാം. അപ്പോൾ മൊബൈൽ നമ്പർ ഇവിടെ വെരിഫൈ. ഇനി മെയിലിലേക്ക് വന്നതും അതുപോലെ ചെയ്യണം. ഇമെയിലിലേക്ക് വന്നതും ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുത്തു, വെരിഫൈ എന്ന് കൊടുത്തു. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് കാണാം, മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്തു, ഇമെയിൽ ID വെരിഫൈ ചെയ്തു. അങ്ങനെ ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ക്യാൻസൽ എന്ന് കൊടുക്കാം. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ ലോഗിൻ എന്ന് കൊടുത്താൽ മതി. നമ്മൾ ക്യാൻസൽ കൊടുത്ത ഈ പേജിലേക്കാണ് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലോഗിൻ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഇവിടെ വരിക, ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പേജിലേക്ക് തന്നെ ഓപ്പൺ ആയി വരും. ഓക്കെ, ഈ പേജിലേക്ക് തന്നെ ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തു, ആ കാര്യങ്ങളും ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മളിത് കറണ്ട് ഓപ്പണിങ്സ് ആണ് റൈറ്റ് സൈഡിൽ കാണാം. ഇവിടെ കാണാം നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ 2000, ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക, നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന പാസ്വേഡ് ഉണ്ടാവും, അതുകൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നമ്മുടെ മൊബൈലിലേക്കും അതുപോലെ മെയിലിലേക്കും അവർ അയച്ചിട്ടുണ്ടാവും, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് താഴെ കാണുന്ന ക്യാപ്ച അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തു, രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു, പാസ്വേഡ് കൊടുത്തു, ദെൻ ഈ പറയുന്ന ക്യാപ്ച കോഡ് കൊടുത്തു, ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം വെൽക്കം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരെ കൂടെ കാണിക്കും, നിങ്ങൾക്കിവിടെ പേര് വരെ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാം, എന്നിട്ട് പിന്നീട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കൂടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള കൊടുക്കാം. അങ്ങനെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ ഒക്കെ സ്കാൻ ചെയ്യേണ്ടതും അതിൻ്റെ സംഭവങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. എത്ര KB ഫയൽ സൈസ് ആയിരിക്കണം, എത്ര ഡയമെൻഷൻ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അല്ല, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. അതുപോലെ സിഗ്നേച്ചർ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗമാണ് ഏറ്റവും അടിയിൽ, അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് വരുന്നത് നിങ്ങളുടെ കാണാം കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിൽ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ കാണാം കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പേര്, ഇതൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തതാണ്. ഇവിടെ നമ്മുടെ കാറ്റഗറി കൊടുക്കുക, ജനറൽ, SC/ST, OBC ഒക്കെ ആണെങ്കിൽ അവരത് സെലക്ട് ചെയ്യണം. ഇതൊക്കെ OBC, SC/ST, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ ജനറലാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ്, ഇപ്പോൾ ഞാനിവിടെ കേരള കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ജനിച്ച സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ മറ്റു സ്റ്റേറ്റിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ യെസ് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ അല്ലാത്തവർ അവിടെ നോ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്, നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ സിവിൽ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ഒരു ആർമി എന്നുള്ളതാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതിനനുസരിച്ച് അവർക്ക് ക്വാളിഫിക്കേഷൻ ഇവിടെ ചേഞ്ച് ആവും. എന്നിട്ട് നിങ്ങൾക്കിവിടെ നമ്മൾ കൊടുക്കേണ്ട സിവിലാണ്. അതിനുശേഷം അവിടെ സിവിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ നിങ്ങൾക്കിവിടെ കാണാം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ്? 10th വരെ പഠിച്ചെങ്കിൽ 10th മാത്രം കൊടുക്കാം. ഇനി +2 വരെ പഠിച്ചെങ്കിൽ +2 കൊടുക്കാം. ഗ്രാജുവേഷൻ വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ കൊടുക്കാം. PG വരെ പഠിച്ചെങ്കിൽ PG കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി 10th ആണ് കൊടുക്കുന്നത്. ഇനി അടുത്ത ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ റിലീജിയനാണ്. ഏതാണ് നിങ്ങളുടെ റിലീജിയൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് 2002 ഗുജറാത്ത് കലാപം, അതുപോലെ തന്നെ 1984 കലാപവുമൊക്കെ ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ മക്കൾ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർക്കുള്ളതാണ് ഇവിടെ യെസ് കൊടുക്കുക. ഇവിടെയൊക്കെ നമ്മൾ നോ ആണ് കൊടുക്കേണ്ടത്. പിന്നെ ഹിൽ ഏരിയയിലാണെങ്കിൽ അവർ യെസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റൊക്കെ വരും കേട്ടോ. അതിൽ നിങ്ങൾ എവിടെയാണെന്നുള്ളതൊക്കെ അത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ നോ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ എക്സ് സർവീസ്മാൻ യെസ് കൊടുക്കുക. അതൊക്കെ നമ്മൾ നോ കൊടുക്കുക. ബാക്കിയുള്ളവർ യെസ് കൊടുക്കട്ടെ. എക്സ് സർവീസ്മാൻ അതുപോലുള്ളവരാണെങ്കിൽ. പിന്നെ CSFൽ ആർക്കെങ്കിലും അവരുടെ മക്കളോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആരെങ്കിലും ആണെങ്കിൽ അത് യെസ് കൊടുക്കുക, നമ്മൾ നോ കൊടുക്കുക അവിടെ. പിന്നെ നിങ്ങൾ നിലവിലെ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുക, നമ്മൾ നോ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി നമ്മൾ കൊടുത്തോടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ഏതെങ്കിലും ഒന്നിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
കുക്ക്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കണം. ഇവിടെ എളുപ്പത്തിന് ഇലക്ട്രീഷ്യനാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇവിടെ കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏതിലാണ് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ട്രേഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചോദിക്കുന്നത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളോട് പെർമനൻറ്റ് അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മളെ വില്ലേജ്, നമ്മുടെ വീട്ടുപേര്, വില്ലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പോസ്റ്റ്, പിന്നെ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഡിസ്ട്രിക്റ്റ്, ഓക്കെ, ദെൻ പിന്നെ പിൻ കോഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെയിം ആസ് കൊടുത്താൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പെർമനൻറ്റ് അഡ്രസ്സ് അല്ല, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെ തന്നെ ആണെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്താളുണ്ട്, എക്സ്ട്രാ നമ്പർ ഉണ്ട്, നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർബന്ധമില്ല. ഇനി ടൈപ്പ് ഓഫ് ID കാർഡാണ്, ഏതെങ്കിലും ഒരു ID കാർഡ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ID കാർഡ് വേണം. ഞാനിവിടെ നമ്മളിതാണ് കൊടുക്കുന്നത്, വോട്ടർ ID ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ID കാർഡിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം നിങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് ചോദിക്കുന്നത് ഫോട്ടോഗ്രാഫ്, അതായത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. ആ ഫോട്ടോ എടുത്ത ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോട്ടോ എടുത്ത ഡേറ്റ് അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ പാസ്വേഡ് ഫോട്ടോഗ്രാഫ്, ഓക്കെ, നമ്മൾ ഫോട്ടോ ഇവിടെ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ്, നമ്മൾ ഫോട്ടോ എടുത്ത ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണണം, ഏത് ഡേറ്റിലാണ് നമ്മൾ ഫോട്ടോ എടുത്തത് വെച്ചാൽ നമ്മളത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്നത്. അത് നിർബന്ധമാണ്, അതില്ലെങ്കിൽ റിജക്റ്റ് ആയി പോകും. അവിടെ എല്ലാവരും യെസ് തന്നെ കൊടുക്കണം. അത് അങ്ങനത്തെ ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയും വേണം. അതായത് നമ്മൾ ഫോട്ടോ എടുത്ത 3 മാസത്തിൻ്റെ ഉള്ളിൽ കാലാവധി ഉള്ളതായിരിക്കണം. 3 മാസത്തിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ, പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഫോട്ടോയുടെ അടിയിൽ എന്ത് ചെയ്യണം, ആ ഫോട്ടോ എടുത്ത ഡേറ്റ് വേണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റിജക്റ്റ് ആയി പോവുക. പിന്നെ ജുഡീഷ്യറിയൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നോ കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും കേസിൽ അതിലൊക്കെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കട്ടെ അവർ. ഇനി അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള ഒരു യെസ് കൊടുക്കുക. അതൊക്കെ നമ്മൾ നോ തന്നെ കൊടുക്കേണ്ടത്. ഇവിടെയൊക്കെ നിങ്ങൾ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മളെ പ്രൊബേഷൻ പീരീഡിൽ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യെസ് കൊടുക്കുക, ഇവിടെ നോ കൊടുക്കുക. നമ്മളിത് നോ ആണ് കൊടുക്കേണ്ടത്. ഇനി സ്പോർട്സ് അച്ചീവ്മെൻറ്റ് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഹിയർ ബൈ ഡിക്ലറേഷൻ കൊടുക്കുക, എന്നിട്ട് ഇവിടെ സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് കൊടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തു, ഇവിടെ പ്രിവ്യൂ ആൻഡ് സേവ് ആൻഡ് പ്രിവ്യൂ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കാണാം കാൻഡിഡേറ്റ് ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ചെക്ക് ചെയ്യുക നിങ്ങൾ. ഇനി ഇവിടെ കാണാം ഫൈനൽ സബ്മിഷൻ എന്ന് കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാം, എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, ഈ പ്രിവ്യൂ നല്ല നോക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിഷൻ എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. അങ്ങനെ ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യലാണ്. ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആദ്യം നമ്മളുടെ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട്, പ്രൂഫ് ഓഫ് ഏജിന് വേണ്ടി 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബ്രൗസറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനൊരു എക്സാമ്പിളാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് അല്ല, നിങ്ങൾക്ക് എളുപ്പത്തിന് നമുക്കിത് ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ കാണിക്കുക എന്നുള്ളതാണല്ലോ, നമ്മൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. അത് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. മാക്സിമം 1 MB വരെ പറ്റും. PDF ഫോർമാറ്റാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ ഫയൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ക്രോസ് മാർക്ക് പോയി ഇവിടെ ഗ്രീൻ ടിക്ക് വരും. നിങ്ങൾക്ക് ഇതാ നിങ്ങൾ ചെയ്ത ഫയൽ എന്നാണോ വന്നിരിക്കുന്നത്, ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ഓപ്ഷൻ ഉണ്ട്. വ്യൂ ഫയൽ കൊടുക്കാം. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, SLC സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫയൽ ഇവിടെ സെലക്ട് ആക്കുക, എന്നിട്ട് അപ്ലോഡ് എന്ന് കൊടുക്കുക. സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്, ഇവിടെ കാണിക്കും. ഓക്കെ, പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം ഇതിലേക്ക്. അത് നിങ്ങൾക്ക് അക്ഷയ എന്നൊക്കെ പോയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ, എന്നിട്ട് അപ്ലോഡ് എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഫോട്ടോ ആണ്. ഫോട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഡേറ്റ് പ്രിൻ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ തൽക്കാലം നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഇവിടെ വ്യൂ ഫോട്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. സിഗ്നേച്ചർ അതുപോലെ സിഗ്നേച്ചറോട് അപ്ലോഡ്. അപ്പോൾ എല്ലാം ഇവിടെ അപ്ലോഡ് ആക്കി. ഇനി ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ അത്രയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇതിൽ അപ്ലോഡ് ആക്കണം. ഓക്കെ, നമ്മളെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അങ്ങനെ ഓരോന്നും നമ്മളിവിടെ അപ്ലോഡ് ആക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ കാണാം ഡോക്യുമെൻറ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം. നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാം. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമ്മൾ പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് അടിക്കണം. ഇതിലേക്ക് 100 rupees ആണ് പേയ്മെൻറ്റ് വരുന്നത്. പ്രൊസീഡ് ടു പേ 100 rupees എന്നുള്ളത് കൊടുക്കുക നിങ്ങൾ. ഓക്കെ,
ഇനി ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത അവിടെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് UPI അതായത് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഫീ അടയ്ക്കാം. ഇനി ഏതെങ്കിലും ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അടയ്ക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ UPI ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. UPI സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ എമൗണ്ട് ഒക്കെ വരും. കൺഫേം ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ QR എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ QR കോഡ് നമുക്ക് എളുപ്പത്തിൽ ഇവിടെ കാണിക്കും. QR കോഡ് ഇവിടെ കാണിക്കും. അപ്പോൾ അത് സ്കാൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ആവും. അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയ അപേക്ഷ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഞാനിവിടെ ക്യാൻസൽ ചെയ്യുകയാണ്, കാരണം ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ ടീമുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു.